Hi everyone, welcome back to Learnino. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ആണ് ഡെറിവേറ്റീവ്സ് അറ്റ് എ പോയിന്റ്, ഓൾസോ ഡെറിവേറ്റീവ്സ് ആസ് എ ഫംഗ്ഷൻ. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള തിയറിയും പ്രോബ്ലംസ് ആണ്. സോ ലെറ്റ് us start. Determine whether the following function is discontinuous. The function is given as f of x is equal to x square minus 9 divided by 3x square plus 2x minus 8. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ നോട്ട് കണ്ടിന്യൂസ് ഡിസ്കണ്ടിന്യൂസ് ആണോ എന്നാണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം ഇതൊരു റാഷണൽ ഫോമിലാണ് തന്നിരിക്കുന്ന എക്സ്പ്രഷൻ അല്ലേ. സോ അതിൻ്റെ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബോത്ത് ആർ പോളിനോമിയൽസ്. നമുക്കറിയാം ഓൾറെഡി നമ്മൾ പ്രീവിയസ് ഇതിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ പോളിനോമിയൽസ് എന്ന് പറയുന്നത് ഇതുപോലെ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണ് അല്ലേ. അപ്പം അത് കാരണം ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ പോളിനോമിയൽസും ആണ്, സോ കണ്ടിന്യൂസും കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ റാഷണൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഡിസ്കണ്ടിന്യൂസ് ആവാനുള്ള പോസിബിലിറ്റി എപ്പോഴാണ്? വെൻ ദ ഡിനോമിനേറ്റർ വിൽ ബി സീറോ. മനസ്സിലായല്ലോ? ശ്രദ്ധിക്കേണ്ടത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഇൻഡിവിജ്വലി പോളിനോമിയൽസ് ആണ്, പോളിനോമിയൽസ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ സെപ്പറേറ്റ് ആയി പറയുകയാണെങ്കിൽ അത് കണ്ടിന്യൂസ് ആണ്. ഇനി റാഷണൽ ഫോമിൽ അതിനെ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ P/Q ഫോമിൽ, അങ്ങനെയാണെങ്കിൽ അത് എപ്പോഴാണ് ഡിസ്കണ്ടിന്യൂസ് ആവുക ഈ ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ? വെൻ ദ ഡിനോമിനേറ്റർ വിൽ ബി സീറോ. മനസ്സിലായല്ലോ? അപ്പോൾ 3x സ്ക്വയർ പ്ലസ് 2x മൈനസ് 8 ഈക്വൽ ടു 0 ഈ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാലാണ് ഈ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആവുക. അപ്പോൾ നമുക്ക് ആ ഒരു കണ്ടീഷൻ ബേസ് ചെയ്തിട്ട് എക്സിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. 3x സ്ക്വയർ പ്ലസ് 2x മൈനസ് 8നെ നമുക്ക് ഫ്രാക്ഷൻ, അതായത് ഇതേപോലെ ഫാക്ടർ ഫോമിൽ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ 3x മൈനസ് 4 ഇൻറ്റു എക്സ് പ്ലസ് 2 അല്ലേ. 3x സ്ക്വയർ പ്ലസ് 2x മൈനസ് 8 എന്ന് പറയുന്നത് ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ 3x മൈനസ് 4 ഇൻറ്റു എക്സ് പ്ലസ് 2നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇനി അത് ഓരോന്ന്, ഇപ്പോൾ a ഇൻറ്റു ബി ഈക്വൽ ടു 0 പറഞ്ഞാൽ a ഈക്വൽ ടു 0 ഓർ b ഈക്വൽ ടു 0. ഇപ്പോൾ ഫസ്റ്റ് കേസിൽ 3x മൈനസ് 4 ഇസ് ഈക്വൽ ടു 0 കൊടുത്താൽ എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടും? 4/3. അതുപോലെ നെക്സ്റ്റ് എക്സ് പ്ലസ് 2 ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു മൈനസ് 2 കിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ 4/3 ആൻഡ് മൈനസ് 2 ഈ രണ്ട് പോയിന്റ്സിൽ അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എന്തായിരിക്കും? ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ 3x ബൈ ഇ റേസ് ടു 2x മൈനസ് 1. ഇവിടെ മൈനസ് 1 താഴെയാണ്, പവറിലല്ല കേട്ടോ. എക്സ് നോട്ട് ഈക്വൽ ടു 0. പിന്നെ അത് മാത്രമല്ല k മൈനസ് 2 വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0. ഇറ്റ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0. ദെൻ k ഇസ് ഈക്വൽ ടു. അപ്പോൾ നമുക്ക് ഓൾറെഡി ഫംഗ്ഷൻ എന്ന് പറയുന്നത് വാല്യൂസ് നോട്ട് ഈക്വൽ ടു 0ലും ഈക്വൽ ടു 0ലും തന്നിട്ടുണ്ട്. ഓക്കെ, എക്സ് ഈക്വൽ ടു 0ൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ എന്താണ്? അതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണ് എക്സ് ഈക്വൽ ടു 0ലും. അതിൻ്റെ മീനിങ് എന്താ? കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ കേസിൽ നമ്മൾ ഈ എക്സ് ടെൻസ് ടു 0, അതാണല്ലോ പോയിന്റ് ഓഫ് കണ്ടിന്യൂറ്റി. അപ്പോൾ ആ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്തായിരിക്കും? എഫ് ഓഫ് 0. നമ്മൾ പഠിച്ചിട്ടുണ്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് അറ്റ് സി ആണെങ്കിൽ അത് എഫ് ഓഫ് സി ആയിട്ടാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇവിടെ സി എന്ന് പറയുന്നത് 0 ആണ്, കാരണം എക്സ് ഈക്വൽ ടു 0ൽ അത് കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യുക, യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഇതേപോലെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഇല്ലേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ്, എ എന്നോ സി എന്നോ ഏത് വേണമെങ്കിലും നൊട്ടേഷൻസ് യൂസ് ചെയ്യാം കേട്ടോ. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ്, ബിക്കോസ് എഫ് ഓഫ് എക്സ് ഇസ് സെയിം ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 0 എക്സ് ലെസ് ദാൻ 0. അതായത് ഒരു പെർട്ടിക്കുലർ പോയിന്റിലെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ആ പെർട്ടിക്കുലർ പോയിന്റിൽ സെയിം ആയിരിക്കും അല്ലേ. പിന്നെ അത് മാത്രമല്ല ഇവിടെ ഇപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് 0 ആണെന്ന് നമുക്ക് അറിയാം, കാരണം അത് എക്സ് ഈക്വൽ ടു 0ൽ കണ്ടിന്യൂസ് ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് കണ്ടിന്യൂറ്റി ആണെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എന്തായാലും സെയിം ആയിരിക്കും. മനസ്സിലായല്ലോ? അത് നമ്മൾ ഓൾറെഡി കണ്ടിന്യൂറ്റി, ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുന്ന കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ therefore ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്തായിരിക്കും? തീർച്ചയായിട്ടും എഫ് ഓഫ് 0 ആയിരിക്കും, കാരണം സി ഈക്വൽ ടു 0 ആണ് പോയിന്റ് ഓഫ് കണ്ടിന്യൂറ്റി. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്താ? സൈൻ 3x ബൈ ഇ റേസ് ടു 2x മൈനസ് 1. ദിസ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 0. അതാണ് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞത് അല്ലേ. അത് കാരണം എന്താ? ആ സി ഈക്വൽ ടു 0 ആ ഒരു പോയിന്റ് ഓഫ് കണ്ടിന്യൂറ്റിയിൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് എന്തായിരിക്കും? എഫ് ഓഫ് സി ആയിട്ടാണ് കിട്ടുക. അപ്പോൾ എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിൽ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ തന്നിരിക്കുന്നത് എന്താ?
k minus 2 ആണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ RHSൽ ഈ f of 0ക്ക് പകരം k minus 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ഇനി ചെയ്യേണ്ടത് ഒരു ചെറിയ റീഅറേഞ്ച്മെന്റ് ആണ്. കാരണം നമുക്ക് കുറച്ച് ലിമിറ്റ്സിന്റെ ഐഡന്റിറ്റി അല്ലെങ്കിൽ ലോസ് നമുക്കറിയാം. അപ്പോൾ അതിലേക്കൊരു റീഅറേഞ്ച്മെന്റ് ആണ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ sin 3x by 3x ഫോമിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ by 3x into 3x ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ e raised to 2x minus 1 by 2x into 2x, അതായത് യുടെ പവർ എന്താണോ ആ ടേം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യാം. Now this is equal to k minus 2. ഇത് എന്തിനാ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ലിമിറ്റിൽ നമുക്ക് നോൺ ആയിട്ടുള്ള ഐഡന്റിറ്റീസ് ഉണ്ട് അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു പോർഷൻ മാറ്റി വെക്കാം, ഇതും മാറ്റി എഴുതാം. ഈ 3x by 2x എന്ന് പറയുമ്പോൾ എക്സും എക്സും ക്യാൻസൽ ആയി. അപ്പൊ നമുക്ക് അവിടെ 3/2 എന്ന് പറയുന്ന ടേം വരുന്നുണ്ട്. ബാക്കി ടേംസ് നോക്കിയാൽ നിങ്ങൾക്കറിയാം. ഇപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 f by g എന്ന് പറയുന്നത് എന്താ? നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാമല്ലോ കോഷ്യനിലാണെങ്കിലും. ഇതേപോലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 f ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 g. ഇൻഡിവിജ്വൽ ആയിട്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 sin 3x by 3x എന്താ? 1 ആണ്. അതുപോലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 e raised to 2x minus 1 by 2x, അതായത് നമ്മൾ പഠിച്ചിട്ടുള്ളത് e raised to x minus 1 by x ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ഓക്കെ, അപ്പോൾ ഈ പവർ എന്താണോ അത് തന്നെ ഡിനോമിനേറ്ററിൽ വന്നാൽ മതി. അപ്പോൾ 2x തന്നെയാണ് താഴെയും വന്നിട്ടുള്ളത്. സോ ആ ഒരു ഐഡന്റിറ്റി കൂടി അപ്ലൈ ചെയ്യുക. അതിന്റെ വാല്യൂ 1 ആണ്. അപ്പോൾ ബാക്കി എക്സിസ്റ്റ് ചെയ്യുന്നത് ആകെ കൂടി 3/2 ആണ്. ക്ലിയർ ആയല്ലോ? ഇതാണ് LHSൽ വരുന്നത്. ഇസ് ഈക്വൽ ടു RHSൽ k minus 2. ഇതിൽ നിന്ന് k യുടെ വാല്യൂ നമുക്ക് 7/2 കിട്ടും. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് ആണ് റേറ്റ്സ് ഓഫ് ചേഞ്ച്. റേറ്റ്സ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ക്വാണ്ടിറ്റീനെ വിത്ത് റെസ്പെക്ട് ടു അനദർ വേരിയബിൾ നമ്മൾ ആ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം അല്ലെങ്കിൽ ടൈം പോകും തോറും നമുക്ക് ആ ഒരു ചേഞ്ച് അറിയാൻ വേണ്ടിയിട്ട് കണ്ടുപിടിക്കുന്ന ഒരു ഫംഗ്ഷൻ, അതാണ് റേറ്റ്സ് ഓഫ് ചേഞ്ച്. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ dy/dx അല്ലെങ്കിൽ ഇപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് ഇതേപോലെ ഡിസ്പ്ലേസ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം അല്ലെ? അപ്പോൾ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും, അല്ലെങ്കിൽ ആ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് നമുക്ക് ഇതുപോലെ ഡിസ്പ്ലേസ്മെന്റ് കാണാം. അതിനെയാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഇതൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. എഗെയിൻ അത് ജസ്റ്റ് നമുക്ക് ഒന്നും കൂടി ഒന്ന് നോക്കാം. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഡെറിവേറ്റീവ് എന്താണ്, അപ്പം അതിൻ്റെയൊക്കെ ഡെഫിനിഷനാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് അറ്റ് എ പോയിന്റ് x0 ജനറലി നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? f ഡാഷ് ഓഫ് x0. എഫ് ഡാഷ് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് അല്ലേ? f dash of x0 is equal to limit h tends to 0 f of x0 plus h minus f of x0 divided by h provided the limit exists. ഇതാണ് ഏറ്റവും ബേസിക് ഡെഫിനിഷൻ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ. മനസ്സിലായല്ലോ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ f of x0 plus h എന്ന് പറയുന്നത്, നമ്മളിവിടെ h എന്ന് പറയുന്നത് ഇൻഫിനിറ്റസിമലി സ്മോൾ ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ടെൻസ് ടു 0 ആണ്. അപ്പോൾ h അത്രയും മൈന്യൂട്ട്, വളരെ അത്രയും സ്മോളസ്റ്റ് ആയിട്ടുള്ള വാല്യൂ ആണ്. ബിക്കോസ് ഇറ്റ് അപ്രോച്ചസ് 0 ആണ്. മനസ്സിലായോ? 0ലേക്ക് അപ്രോച്ച് ചെയ്യുന്ന അത്രയും മിനിമം വാല്യൂ ആണ്. ഇനി f of x0 plus h എന്ന് പറയുന്നത് എന്താ? x0 എന്ന് പറയുന്ന പോയിന്റിൽ, ഓക്കെ, അപ്പൊ അതിന്റെ ജസ്റ്റ് x0 plus h ആ ഒരു വാല്യൂ അതിലുള്ള ഫംഗ്ഷൻ, then minus f of x0 ഉള്ള ഫംഗ്ഷൻ ഡിവൈഡഡ് ബൈ ദാറ്റ് ചേഞ്ച്, അതായത് h ആണല്ലോ ഇപ്പോൾ ഇവിടെ ചേഞ്ച് വന്നിരിക്കുന്നത്, ആ ഒരു ചേഞ്ച് ഇൻ വാല്യൂ. ക്ലിയർ ആയല്ലോ? എന്നിട്ട് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുക, ലിമിറ്റ് h ടെൻസ് 0. അപ്പോൾ ഇതിനെയാണ് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ അറ്റ് ദിസ് പെർട്ടിക്കുലർ പോയിന്റ് x0. ഇനി ഈ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറയാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് നമ്മൾ സ്ലോപ്പ് ഓഫ് ദ കർവ്, ഈ ഒരു ഡയഗ്രാം ശ്രദ്ധിക്കുക. y is equal to f of x, അതിന്റെ കർവ് ആണ് ഇവിടെ വരച്ചിട്ടുള്ളത്. ഓക്കെ, y equal to f of x. സോ ഈ ഗ്രാഫിൽ y is equal to f of x കർവ് കാണിച്ചിട്ടുണ്ട്. x0 എന്ന് പറയുന്ന പോയിന്റ് ആണിത്. ഓക്കെ, ഇത് x0 ആണ്. അതുപോലെ x0 plus h, അതാണ് ഈ ഒരു പോയിന്റ്. അപ്പൊ ഈ കർവിൽ രണ്ട് പോയിന്റ്സ് നോട്ട് ചെയ്യാം. ഇനി ഇതിലൂടെ പാസ് ചെയ്യുന്ന ഈ കർവ് എഗെയിൻ നമ്മൾ ഈ രണ്ട് പോയിന്റ്സിലൂടെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനും കൂടി വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ പോയിന്റ്സ് ശ്രദ്ധിക്കുക. ഇത് x0 ആണ് ആൻഡ് ദ കൺസേൺ പോയിന്റ് x0 plus h. ഇനി ആ പോയിന്റ്സിനെ ജോയിൻ ചെയ്യുന്ന രീതിയിൽ ഇവിടെ ഡാഷ്ഡ് ലൈൻസ് കാണിച്ചിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഹെച്ച്. ഈ ഒരു പോയിന്റ് എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഹെച്ച് അല്ലേ? എന്തുകൊണ്ടാണ് എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നത്? കാരണം ഇത് y ആണ്. y എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആണ് അല്ലെ? അതുകൊണ്ടാണ് y എന്ന് എഴുതുന്നതിന് പകരം എന്ത് എഴുതിയത്? എഫ് ഓഫ് എന്ന് എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ y ഈക്വൽ ടു കൺസേൺ പോയിന്റിന്റെ അവിടെ എഫ് ഓഫ് ആ ടേം എഴുതാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം ഇത് എക്സ് നോട്ട് ആണ്, അതിന്റെ കറസ്പോണ്ടിങ് y പോയിന്റ് എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് നോട്ട്. സോ ഈ ഒരു പോയിന്റ് P എന്ന് പറയുന്നത് എക്സ് നോട്ടും എഫ് ഓഫ് എക്സ് നോട്ടും. ഓക്കെ, അതാണ് ഈ പോയിന്റ് കാണിച്ചിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ Q എന്ന് പറയുന്ന പോയിന്റ് എക്സ് നോട്ട് പ്ലസ് ഹെച്ചിലാണ്. അപ്പോൾ Q ഓഫ് എക്സ് നോട്ട് പ്ലസ് ഹെച്ച് കോമ എഫ് ഓഫ് എന്ത് വരും? എക്സ് നോട്ട് പ്ലസ് ഹെച്ച്. അത്രയേ ഉള്ളൂ. ഓക്കെ, y എഴുതുന്നതിന് പകരം എഫ് ഓഫ് എന്ന് എഴുതുന്നു. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഗ്രാഫ് ക്ലിയർ ആയല്ലോ? നമ്മൾ ഈ ഡാഷ്ഡ് ലൈൻ വെച്ചിട്ട് ഇതേപോലെ വരച്ചിട്ടുണ്ട് ഒരു ട്രയാങ്കിൾ പാസിംഗ് ത്രൂ ദ 2 points. അതായത് ആ പോയിന്റ്സിനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. അത് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഗ്രാഫ് നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഐഡിയ കിട്ടും. സോ ഈ ഒരു ഡാഷ്ഡ് ലൈൻ നോക്കിയാൽ അറിയാം. ഓക്കെ, ഈ ഒരു ഡിഫറൻസ് തന്നെയാണ് h എന്ന് പറയുന്നത് അല്ല? ഈ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് h. ഇനി ദ സ്ലോപ്പ് ഓഫ് ദ കർവ് y is equal to f of x at the point P. അപ്പോൾ P ഏതാ പോയിന്റ് ഞാൻ പറഞ്ഞു. ഈ P എന്ന് പറയുന്ന പോയിന്റിൽ ഈ കർവിന്റെ y is equal to f of x എന്ന് പറയുന്ന നമ്മളിങ്ങനെ വരച്ചിട്ടുള്ള കർവിന്റെ സ്ലോപ്പ് ആണ്, അതിന്റെ ഫോർമുലയാണ് ലിമിറ്റ് h tends to 0 f of x naught plus h minus f of x naught by h. ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഡെറിവേറ്റീവിന്റെ ഡെഫിനേഷൻ പറഞ്ഞില്ലേ, അത് തന്നെയാണ് ലിമിറ്റ് h tends to 0 f of x naught plus h minus f of x naught by h. അപ്പോൾ ആ ഫംഗ്ഷനെ at a particular point ഇതേപോലെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നത് ഒരു വാല്യൂ ഇല്ല, അത് ശരിക്കും പറഞ്ഞാൽ ആ സ്ലോപ്പ് ആണ് തരുന്നത്, ആ കർവിന്റെ സ്ലോപ്പ് ആണ് at that particular point. അപ്പോൾ അത് നിങ്ങൾ മെയിൻ ആയിട്ട് മനസ്സിലാക്കുക. Again, the tangent line to the curve at P is the line through P with the slope. ഇനി അത് എന്തിന്റെ സ്ലോപ്പ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് എക്സ് നോട്ട് ഉണ്ടല്ലോ, ഇതാണ് എക്സ് നോട്ട്. ഓക്കെ, ആ പോയിന്റും അതായത് ആ പോയിന്റ് എന്ന് പറയുന്നത് കർവിലാണുള്ളത്, അതിലൂടെ പാസ് ചെയ്യുന്ന ഈ ടാൻജന്റ്. ക്ലിയർ ആയല്ലോ? ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഈ ടാൻജന്റിന്റെ സ്ലോപ്പ് ആണ് ലിമിറ്റ് h tends to 0 f of x naught plus h minus f of x naught by h. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ഇപ്പം ഇതിനെ ബേസ് ചെയ്തിട്ട് അതായത് റേറ്റ് ഓഫ് ചേഞ്ച്, അപ്പോൾ സർട്ടൻ ക്വാണ്ടിറ്റീസിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഒക്കെ കണ്ടുപിടിക്കാൻ നമ്മൾ പല ആസ്പെക്ട്സിലും ആപ്ലിക്കേഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ എവിടേക്കാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നമുക്ക് എക്സാമ്പിൾസ് വെച്ചിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, an object is dropped from the top of a 100-meter high tower. Its height above the ground after t second is 100 minus 4 minus 9 t square meters. How fast is it falling? 2 seconds after it is dropped. ഇപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? ഒരു ഒബ്ജക്റ്റ് 100-meter ഹൈ ടവറിന്ന് ഡ്രോപ്പ് ചെയ്യാണ്. ഇനി അതിന്റെ ഹൈറ്റ്, ഗ്രൗണ്ടിൽ നിന്നുള്ള ഹൈറ്റ് ആഫ്റ്റർ ടി സെക്കൻഡ്സ്, അതിന്റെ ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇൻ ടേംസ് ഓഫ് ടി ആണ് തന്നിരിക്കുന്നത് അല്ലെ? 100 minus 4 9 t square. നെക്സ്റ്റ്, ഹൗ ഫാസ്റ്റ് ഇസ് ഇറ്റ് ഫോളിങ്? അപ്പോൾ ആക്ച്വലി അത് എത്രത്തോളം സ്പീഡിൽ അല്ലെങ്കിൽ എത്രത്തോളം ഫാസ്റ്റ് ആയിട്ടാണ് ഫോൾ ചെയ്യുന്നത് ആ ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ നിന്ന്. ആഫ്റ്റർ 2 seconds ആണ്, ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞ് 2 seconds കഴിഞ്ഞിട്ടുള്ള ആ ഒരു റേറ്റ് ഓഫ് ചേഞ്ച് ആണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? അപ്പോൾ ടു ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദ ഒബ്ജക്റ്റ് ആഫ്റ്റർ 2 seconds we must calculate the first derivative of the height function with respect to time. കാരണം ഹൈറ്റ് ഫംഗ്ഷൻ ആണ് തന്നിരിക്കുന്നത് ഇൻ ടേംസ് ഓഫ് ടി. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അത് എത്ര ഫാസ്റ്റിൽ അത് ഫോളോ ചെയ്യുന്നുണ്ട് ആഫ്റ്റർ 2 seconds കണ്ടുപിടിക്കണമെങ്കിൽ ഈ തന്നിരിക്കുന്ന ഹൈറ്റ് ഫംഗ്ഷന് വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മൾ ഡെറിവേറ്റീവ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ ചെയ്താൽ തന്നെ ഈ വിത്ത് റെസ്പെക്ട് ടു ടൈം ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ എത്തണോ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് എന്താ, അത് ആക്ച്വലി ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലേ? അപ്പോൾ നമ്മൾ വെലോസിറ്റി ആണ് കണ്ടുപിടിക്കുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടുന്നത് എന്താ? വെലോസിറ്റി ആണ്. അപ്പോൾ വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആയല്ലോ? ഇനി വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ഇതേപോലെ ആ ഹൈറ്റിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ h of t തന്നത് കൺസിഡർ ചെയ്യാം, 100 minus 4.9 t square.
Therefore, velocity with respect to time v of t is equal to ഈ ഹൈറ്റിനെ with respect to t ഡിഫറൻഷിയേറ്റ് ചെയ്യാം once. Okay, dh by dt. അപ്പോൾ 100ന്റെ ഡെറിവേറ്റീവ് 0 ആവും. 4.9 t square മൈനസ് ഉണ്ട്. സോ മൈനസ് 4.9 ഇൻറ്റു ടി സ്ക്വയറിൻ്റെ 2t. മൈനസ് 4.9 ഇൻറ്റു 2 ആണ് മൈനസ് 9.8 ദെൻ ഇൻറ്റു ടി. അപ്പോൾ ഡി എച്ച് ബൈ ഡി ടി അതായത് വി ഓഫ് ടി കിട്ടി. ഇനി നമ്മളോട് എടുത്ത് ചോദിച്ചിട്ടുണ്ട് at t equal to 2 seconds ആണ് അല്ലെ. ആഫ്റ്റർ അതായത് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് 2 സെക്കൻഡ്സിൽ എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് പറഞ്ഞിട്ടുണ്ട്, അതാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഡി എച്ച് ബൈ ഡി ടി at the point t equal to 2 second, അത് at the value t equal to 2 second കണ്ടുപിടിക്കണം. സോ മൈനസ് 9.8 ഇൻറ്റു 2 ചെയ്യുക, t equal to 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ മൈനസ് 19.6 മീറ്റർ പെർ സെക്കൻഡ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമുക്കൊരു നെഗറ്റീവ് സൈൻ ആണ് കിട്ടിയിരിക്കുന്നത് അല്ലെ. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് 19.6 മീറ്റർ പെർ സെക്കൻഡിലാണ് അത് ഫോളോ ചെയ്യുന്നത് നമ്മൾ മനസ്സിലായി. ക്ലിയർ ആയല്ലോ. ഇനി നെഗറ്റീവ് സൈൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ശരിക്കും പറഞ്ഞത്, ബിക്കോസ് ഇറ്റ് ഇസ് ഫോളിങ് ഡൗൺവേർഡ്സ് അല്ലെ. അപ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെഗറ്റീവ് സൈൻ കാണിക്കുന്നത്. Next problem, find the rate of change of area of a circle with respect to its radius r when r is equal to 6 centimeters. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇവിടെ ക്വാണ്ടിറ്റി എന്താണ്, ഏരിയ ആണ്. ഒരു സർക്കിളിന്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് ആണ് പറഞ്ഞിട്ടുള്ളത്. സോ വി ഹാവ് ടു ഫൈൻഡ് ഡി എ ബൈ ഡി ആർ അല്ലെ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ആർ, അതും എറ്റ് ആർ ഇക്വൽ ടു 6 സെന്റിമീറ്റർ എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഡി എ ബൈ ഡി ആർ കണ്ടുപിടിച്ചിട്ട് എറ്റ് ആർ ഇക്വൽ ടു 6 നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു സർക്കിളിന്റെ ഏരിയയുടെ ഫോർമുല യൂസ് ചെയ്യുക, പൈ ഇൻറ്റു ആർ സ്ക്വയർ. ഓക്കെ, ആർ എന്ന് പറയുന്നത് റേഡിയസ് ആണ്, എ ഏരിയ ഓഫ് ദ സർക്കിൾ ആണ്. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് ഡി എ ബൈ ഡി ആർ എന്തായിരിക്കും, ഡി ബൈ ഡി ആർ ഓഫ് പൈ ആർ സ്ക്വയർ അല്ലെ. ഈ ഒരു ക്വാണ്ടിറ്റിന്റെ വിത്ത് റെസ്പെക്ട് ടു ആർ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. പൈ കോൺസ്റ്റന്റ് മാറ്റി എഴുതുക, ആർ സ്ക്വയറിന്റെ 2r ആണ്. സോ വി ഗെറ്റ് 2πr. ഇനി എറ്റ് ആർ ഇക്വൽ ടു 6 സെന്റിമീറ്റർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആറിൽ നമുക്ക് 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ക്ലിയർ ആയല്ലോ. അപ്പോൾ 2π ഇൻറ്റു 6 യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഇസ് 2 ഇൻറ്റു 6 12. 12π, പൈനൊന്നും ചേഞ്ച് ചെയ്യണം, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. 12π സെന്റിമീറ്റേഴ്സ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദ വോളിയം ഓഫ് എ ബോൾ വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് റേഡിയസ്. ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം ഓഫ് എ ബോൾ. ഓക്കെ, അതായത് ശരിക്കും പറഞ്ഞാൽ ബോളിൻ്റെ ഒക്കെ ഷേപ്പ് നമ്മൾ സ്ഫിയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് റേഡിയസ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ വി ഹാവ് ടു ഫൈൻഡ് ഡി വി ബൈ ഡി ആർ. ക്ലിയർ ആയല്ലോ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വി വോളിയം വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് റേഡിയസ് ആർ. ഹൗ ഫാസ്റ്റ് ഇസ് ദ വോളിയം ചേഞ്ചിങ് വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് വെൻ ആർ ഇസ് ഇക്വൽ ടു 2 സെന്റിമീറ്റർ. അപ്പോൾ എറ്റ് ആർ ഇക്വൽ ടു 2 സെന്റിമീറ്ററും കൂടി നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യം തന്നെ സ്ഫെറിക്കൽ ബോളിന്റെ വോളിയം ഫോർമുല എന്താ, 4/3 പൈ ആർ ക്യൂബ്. സോ ഡി വി ബൈ ഡി ആർ എന്ന് പറയുന്നത് 4/3 പൈ കോൺസ്റ്റന്റ് മാറ്റി എഴുതി. ആർ ക്യൂബ് എന്ന് പറയുന്നത് 3 ഇൻറ്റു ആർ സ്ക്വയർ ആണ്. ക്ലിയർ ആയല്ലോ. ഈ 3യും 3യും ക്യാൻസൽ ആയി. സോ വി ഗെറ്റ് 4πr സ്ക്വയർ. മനസ്സിലായല്ലോ. ഇനി എറ്റ് ആർ ഇക്വൽ ടു 2 ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 4π ഇൻറ്റു ആറിന് പകരം നമ്മൾ 2 കൊടുക്കുക. സോ 4π ഇൻറ്റു 2 സ്ക്വയർ ആണ്, ദാറ്റ് ഇസ് 16π. ഇനി റേറ്റ് ഓഫ് ചേഞ്ച് കാണിക്കാൻ ആക്ച്വലി വോളിയത്തിൻ്റെ സെൻറ്റിമീറ്റർ ക്യൂബ് ആണ്, റേഡിയസിൻ്റെ സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ സെൻറ്റിമീറ്റർ ക്യൂബ് വിത്ത് റെസ്പെക്ട് ടു സെൻറ്റിമീറ്റർ. ഓക്കെ, ആ വോളിയം വിത്ത് റെസ്പെക്ട് ടു റേഡിയസ്, അതാണ് ചേഞ്ച് കാണിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ടു ദ കർവ് y is equal to 2 root x at the point 1, 2. അപ്പോൾ നമുക്ക് ഒരു കർവ് തന്നിട്ട്, അതായത് y is equal to 2 root x ആണ് കർവിൻ്റെ ഇക്വേഷൻ. അതിൻ്റെ ടാൻജന്റിൻ്റെ സ്ലോപ്പ് കാണാം. ഓക്കെ, ആ കർവിലൂടെ പാസ് ചെയ്യുന്ന ടാൻജന്റിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. അറ്റ് ദ പെർട്ടിക്കുലർ പോയിന്റ് 1, 2 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നിരിക്കുന്ന കർവിൻ്റെ ഇക്വേഷൻ എടുക്കാം. ഓൾറെഡി ഇപ്പോൾ നമ്മൾ പറഞ്ഞു സ്ലോപ്പ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് തന്നെയാണ് അല്ലേ. അപ്പോൾ കർവിൻ്റെ ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്, എക്സിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണം. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഇതായിരിക്കും നമുക്ക് സ്ലോപ്പിൻ്റെ ഇക്വേഷൻ കേട്ടോ, ഡി വൈ ബൈ ഡി എക്സ്. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ആണെങ്കിൽ 2 കോൺസ്റ്റന്റ് ആണ് അല്ലേ. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണാം. അതായത് ഡെറിവേറ്റീവ് നമുക്കറിയാം 1/2 റൂട്ട് എക്സ് ആണ്. റൂട്ട് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് റേസ് ടു ഹാഫ് ആണ്. അപ്പോൾ എക്സ് റേസ് ടു ഹാഫിൻ്റെ ഡെറിവേറ്റീവ് എന്താ, n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1, ദാറ്റ് ഇസ് ഹാഫ് ഇൻറ്റു എക്സ് റേസ് ടു ഹാഫ് മൈനസ് 1. ഹാഫ് മൈനസ് 1 എന്ന് പറയുന്നത് മൈനസ് ഹാഫ് ആണ്.
ഓക്കെ, അപ്പോൾ ഹാഫ് ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് ഹാഫ്. ഈ എക്സ് റേസ് ടു മൈനസ് ഹാഫ് എന്താ? 1/√x ആണ്. അപ്പോൾ അങ്ങനെയാണ് 1/2√x കിട്ടുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, സോ ഓൾറെഡി ഇവിടെ ഒരു 2 ഉണ്ട് അല്ലേ? y is equal to 2 into root x. റൂട്ട് എക്സിന്റെ 1/2√x ആണ്. അപ്പോൾ ഈ 2 2 ക്യാൻസൽ ആയി, വി ഗെറ്റ് 1/√x. ഇനി അറ്റ് ദ പോയിന്റ് 1,2 തന്നിട്ടുണ്ട്. അപ്പോൾ എക്സ് ആണ് ഇവിടെ ഉള്ളത്. എക്സിന് 1 എന്നുള്ള വാല്യൂ കൊടുക്കുക അല്ലേ? എക്സ് കോമ വൈയിൽ എക്സ് 1ഉം y 2 ആണ്. സോ 1/√x എക്സിന് 1 കൊടുത്താൽ വി ഗെറ്റ് ദ വാല്യൂ 1. ഇതാണ് സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ടു ദ കർവ് y equal to 2√x at the point 1,2. Next question. Find the slope of the function's graph at the given point. Then find an equation for the line tangent to the graph there. അതായത് ഒരു ഫംഗ്ഷന്റെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ തന്നിരിക്കുന്നത്, ഇപ്പം അതിൽ ഫംഗ്ഷൻ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, ഒരു പർട്ടിക്കുലർ പോയിന്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഇതേപോലെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. അത് മാത്രമല്ല ഇക്വേഷൻ, അതായത് ലൈൻ ഇക്വേഷൻ ഫോർ ലൈൻ ടാൻജന്റ്, ആ ടാൻജന്റ് കർവിലൂടെ പാസ് ചെയ്യുന്ന ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷനും കണ്ടുപിടിക്കണം. സ്ലോപ്പും ടാൻജന്റ് ലൈൻ ഇക്വേഷൻ. ക്ലിയർ ആയല്ലോ? ഫംഗ്ഷൻ തന്നിരിക്കുന്നത് f(x) is equal to x² minus 2. പോയിന്റ് തന്നിരിക്കുന്നത് 4,40. മനസ്സിലായല്ലോ? ഇപ്പോൾ ഫംഗ്ഷൻ ഗിവൺ ഫംഗ്ഷൻ എന്താ? x² minus 2 ആണ്. അങ്ങനെയാണെങ്കിൽ f' എന്താ? x² minus 2ന്റെ ഡെറിവേറ്റീവ്. ജസ്റ്റ് ഡാഷ് ഞാൻ ഡെറിവേറ്റീവ് മെൻഷൻ ചെയ്യാൻ നോട്ട് ചെയ്തതാണ്. x²ന്റെ 2x ആണ്. ഇനി -2ന്റെ 0 ആണ്. അപ്പോൾ വി ഗെറ്റ് 2x അല്ലേ? f' അപ്പോൾ എന്താണ്? 2x ആണ്. അറ്റ് ദ പോയിന്റ് 4,14 തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് x 4 ആണ്. അപ്പോൾ നമ്മളിവിടെ എക്സിന് 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 2 into 4 എന്ത് കിട്ടും? 8 കിട്ടും. മനസ്സിലായല്ലോ? 2xൽ 2 into x 4 തന്നിട്ടുണ്ട്. സോ 2 into 4 8 കിട്ടും. അപ്പോൾ നമുക്ക് സ്ലോപ്പിന്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അത് ഓൾറെഡി നമ്മൾ +1 +2 പഠിച്ചിട്ടുള്ളതാണ് നിങ്ങൾ. അതായത് നമുക്ക് സ്ലോപ്പ് അറിയാം. അപ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ലൈനിന്റെ ഇതേപോലെ സ്ലോപ്പ് പോയിന്റ് സ്ലോപ്പ് ഫോമിലുള്ള ഇക്വേഷൻ, ആ ലൈനിന്റെ ഇക്വേഷൻ എന്താ? y minus y1 is equal to m into x minus x1. ഇത് തന്നെ നിങ്ങൾ y minus y1 by x minus x1 is equal to m ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ സെയിം തന്നെയാണ്. അപ്പോൾ y minus y1, y1 y0 എങ്ങനെയാ പഠിച്ച കുഴപ്പമില്ല. ഇത് x1 y1 ഏത് പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ആ പോയിന്റ് ആണ് ഈ x1 y1. ടാൻജന്റ് ലൈൻ ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അതനുസരിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ y minus y1 പറഞ്ഞാൽ 14 is equal to m നമ്മൾ കണ്ടുപിടിച്ചു. m എന്ന് പറയുന്നതാണ് സ്ലോപ്പ് അല്ലേ? സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ലൈൻ. അത് നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ചു. 8 into x minus x1. x1 എന്ന് പറഞ്ഞെങ്കിൽ 4 തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ടോപ്പിക് ആണ് ഡെറിവേറ്റീവ് ആസ് എ ഫംഗ്ഷൻ. സോ ഇതുവരെ നമ്മൾ പഠിച്ചത് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഇതുപോലെ ഒരു കർവിന്റെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കുക, അതിന്റെ ടാൻജന്റ് ലൈൻ ഇക്വേഷൻ കണ്ടുപിടിക്കാം അല്ല, ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, സ്ലോപ്പ് ടാൻജന്റ് ലൈൻ. അപ്പോൾ ഇതൊക്കെയാണ് നോക്കിയത്. ഇനി ഡെറിവേറ്റീവ് ആസ് എ ഫംഗ്ഷൻ അതെങ്ങനെയാണ്? അപ്പോൾ അത് ഒരു f(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ, ആ ഫംഗ്ഷനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ്, ഈ എഫ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എക്സിനെയാണ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് തന്നെ നമ്മൾ ഈ ഫംഗ്ഷനെ തന്നെ ഡെറിവേറ്റീവ് കാണാണ്. f' is equal to കോൺസെപ്റ്റ് സെയിം ആണ്. ലിമിറ്റ് h tends to 0 f of x plus h minus f of x divided by h provided the limit exists. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ സ്ലോപ്പിന്റെ ഡെറിവേറ്റീവിടെ അതേ എക്സ്പ്രഷൻ തന്നെയാണ് ഇവിടെ വരിക. ഇവിടെ നമ്മൾ ജനറൽ ആയിട്ട് കൊടുക്കുന്ന പോയിന്റ് ആണ് എക്സ്. ക്ലിയർ ആയോ? അപ്പോൾ എക്സ് പ്ലസ് ഹെച്ചും പിന്നെ എക്സും ഈ രണ്ട് പോയിന്റ്സ് കൺസിഡർ ചെയ്യും. അപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് ഹെച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ആ ഒരു ചേഞ്ച് ഹെച്ച്. ക്ലിയർ ആയല്ലോ? പ്രൊവൈഡഡ് ദ ലിമിറ്റ് എക്സിസ്റ്റ്. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് ഡെറിവേറ്റീവ് ആസ് എ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറയാൻ പറ്റൂ. അപ്പോൾ അഗെയിൻ ഇതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് f' of x. അപ്പോൾ f' of x എന്ന് പറയുന്നത് എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്, df by dx. ക്ലിയർ ആയല്ലോ? സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾസ് നോക്കാം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് f of x is equal to √x for x greater than 0. Okay. Also find the tangent to the curve at x equal to 4. ഇതാണ് ക്വസ്റ്റ്യൻ.
അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ് ആണ് ഫംഗ്ഷൻ തന്നിരിക്കുന്നത്. എക്സ് ഗ്രേറ്റർ ദാൻ 0 പോസിറ്റീവ് സൈഡ്. ഓൾസോ ആ കേർവിലേക്കുള്ള ടാൻജന്റ് അറ്റ് എക്സ് ഈക്വൽ ടു 4 കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ? ലിമിറ്റ് h ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് h മൈനസ് എഫ് ഓഫ് എക്സ് ബൈ h അല്ലേ. അപ്പോൾ നമ്മൾ എക്സ് എന്താണോ അതിന് കറസ്പോണ്ടിങ് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഫസ്റ്റ് കേസിൽ എക്സ് പ്ലസ് h കൊടുക്കുക, പിന്നെ എക്സ് തന്നെ കൊടുക്കുക. അപ്പോൾ റൂട്ട് എക്സ് ആണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ ഫസ്റ്റ് ടേം റൂട്ട് ഓഫ് എക്സ് പ്ലസ് h കൊടുക്കാം, ദെൻ മൈനസ് സെക്കൻഡ് ടേം റൂട്ട് എക്സ് കൊടുക്കാം. മനസ്സിലായോ ഈ ഒരു ഡിഫറൻസ്? അത് അങ്ങനെ തന്നെ നമ്മൾ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യണം. അതിൻ്റെ മോഡുലസ് വാല്യൂ കൊടുക്കുക. അങ്ങനെ ആ ഡിഫറൻസ് അപ്പോൾ നമ്മൾ അതിൻ്റെ മോഡുലസ് വാല്യൂ കൊടുക്കാം. ഡിവൈഡഡ് ബൈ h ആണ്. സോ ഇവിടെ സ്ക്വയർ റൂട്ട് വന്നതുകൊണ്ട് നമ്മൾ റാഷണലൈസേഷൻ മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്. ആ സ്ക്വയർ റൂട്ട് നമുക്ക് റിമൂവ് ചെയ്തിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും. അപ്പോൾ ഇവിടെ എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 മോഡുലസ് ഓഫ് റൂട്ട് എക്സ് പ്ലസ് h മൈനസ് റൂട്ട് എക്സ് ബൈ h ഇൻറ്റു എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് പെയർ, അതായത് മൈനസ് ഉള്ളത് ഇവിടെ പ്ലസ് ടേം എടുക്കാം. പിന്നെ നമുക്ക് ചേഞ്ച് ഇല്ലാതെയും വരുത്തണമല്ലോ, അതായത് ആ സെയിം ടേം ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമ്മളൊരു ചേഞ്ചസും വരുത്തുന്നില്ല, കോമ്പൻസേറ്റ് ആയിക്കോളും. അപ്പോൾ റൂട്ട് ഓഫ് എക്സ് പ്ലസ് h പ്ലസ് റൂട്ട് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് പ്ലസ് h പ്ലസ് റൂട്ട് എക്സ്. ഇനി നമുക്ക് ഇതേപോലെ a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, നമ്മൾ എന്താണ് അതിനെ സിംപ്ലിഫൈ ചെയ്യാറ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് റൂട്ട് എക്സ് പ്ലസ് h, ബി എന്ന് പറയുന്നത് റൂട്ട് എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്താവും? റൂട്ട് എക്സ് പ്ലസ് h ഹോൾ സ്ക്വയർ മൈനസ് റൂട്ട് എക്സ് ഹോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ എക്സ് പ്ലസ് h മൈനസ് എക്സ് വരും, ശരിയാണോ? അങ്ങനെയാണ് ഈ ടേം കിട്ടുന്നത്. ക്ലിയർ ആയല്ലോ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അപ്ലൈ ചെയ്യും. അപ്പോൾ എക്സ് പ്ലസ് h മൈനസ് എക്സ്, എക്സും എക്സും ക്യാൻസൽ ആയി. അപ്പോൾ മോഡുലസ് ഓഫ് h മാത്രമേ ന്യൂമറേറ്ററിൽ വരുള്ളൂ. ഡിനോമിനേറ്ററിൽ h ഇൻറ്റു ഈ ടേം അങ്ങനെ തന്നെ എഴുതാം. ക്ലിയർ ആയോ? ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ h ഉള്ളിടത്തൊക്കെ 0 കൊടുക്കാം. ഓക്കെ, അതിന് മുന്നേ ഇവിടെ ഒരു ഹെച്ചും ഡിനോമിനേറ്ററിൽ ഒരു ഹെച്ചും ക്യാൻസൽ ആയി പോകും. ഓക്കെ, ഇവിടെ ഹെച്ചും ക്യാൻസൽ ആയി പോകും. ഇനി നമുക്ക് h ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ h 0 ആവും. സോ റൂട്ട് എക്സും 2 ടൈംസ് വരും, ദാറ്റ് ഈസ് 2 റൂട്ട് എക്സ് വരും താഴെ അല്ലേ. വൺസ് ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ലിമിറ്റ് എന്നുള്ളത് എഴുതണ്ട കേട്ടോ. അതായത് 1 ബൈ റൂട്ട് എക്സ് പ്ലസ് റൂട്ട് എക്സ് എന്താ? 1 ബൈ 2 റൂട്ട് എക്സ്. ഇതാണ് ഇപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് വാല്യൂ കിട്ടിയത്. ഇനി നമുക്ക് സ്ലോപ്പ് ഓഫ് ദ കർവ് അറ്റ് എക്സ് ഈക്വൽ ടു 4 ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടു, ഡെറിവേറ്റീവ് കണ്ടു. എന്നിട്ട് അതുപോലെ എക്സ് ഈക്വൽ ടു 4 എന്ന് പറയുന്ന ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ 1 ബൈ 2 റൂട്ട് എക്സിൽ എക്സിന് നമ്മൾ എന്ത് കൊടുത്താൽ മതി? 4 കൊടുത്താൽ മതി. 1 ബൈ 2 റൂട്ട് 4. റൂട്ട് 4 എന്ന് പറയുന്നത് 2 ആണ് അല്ലേ. അപ്പോൾ 2 ഇൻറ്റു 2 വരും, ദാറ്റ് ഇസ് 4. അപ്പോൾ 1 ബൈ 4 ആണ് ആൻസർ വരിക. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് എഫ് ഡാഷ് ഓഫ് 4 എന്ന് പറയുന്നത് 1 ബൈ 4 കിട്ടി. ഓക്കെ, ഇനി the tangent is the line through the point 4,2 with slope 1 by 4. ഇപ്പോൾ നമുക്ക് ആ കേർവിലൂടെ ഒരു പെർട്ടിക്കുലർ പോയിന്റിലൂടെ ടാൻജന്റ് പാസ് ചെയ്യുന്നുണ്ട് പറഞ്ഞു. നമുക്കിപ്പോൾ എക്സ് വാല്യൂ ആണ് തന്നിരിക്കുന്നത് അല്ലേ. എക്സ് ആണ് നമുക്ക് 4 ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ എക്സ് വൈയിൽ ഈ y കോർഡിനേറ്റ് അപ്പോൾ എന്തായിരിക്കും? നമുക്ക് ഇക്വേഷൻ ഓഫ് ലൈൻ, ടാൻജന്റ് ലൈൻ കണ്ടുപിടിക്കണമെങ്കിൽ എക്സും വൈയും 2 കോർഡിനേറ്റ്സും വേണം അല്ലേ. അപ്പോൾ y is equal to റൂട്ട് എക്സ് ആണ് ക്വസ്റ്റ്യനിൽ ഫംഗ്ഷൻ ആയിട്ട് തന്നിരിക്കണം. ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് y അല്ലേ, മനസ്സിലായോ? ഫംഗ്ഷൻ ഓഫ് എക്സ് എന്താ? y ആണ്. അപ്പോൾ y is equal to റൂട്ട് എക്സ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഇവിടെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. y equal to റൂട്ട് എക്സ് ആണ് നമുക്കറിയാം. അപ്പോൾ എക്സ് 4 ആയിരിക്കുമ്പോൾ വൈയുടെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിച്ചൂടെ? റൂട്ട് 4 ആണ്, അതായത് y 2 ആയിരിക്കും. അപ്പോൾ നമുക്ക് കോർഡിനേറ്റ് കിട്ടിയല്ലോ. എക്സ് 4 ആയിരിക്കുമ്പോൾ വൈയുടെ വാല്യൂ 2. അപ്പോൾ ഇതാണ് കോർഡിനേറ്റ്. ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ടാൻജന്റ് ഇക്വേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അഗെയിൻ ആ പോയിന്റ് സ്ലോപ്പ് ഫോം കൺസിഡർ ചെയ്യാം. y മൈനസ് y1 ഇക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. m നമ്മൾ 1 ബൈ 4 കണ്ടുപിടിച്ചു. ഇനി y1 ഉം x1 എന്താ? x1 y1 എന്ന് പറയുന്നത് 4 ഉം 2 ഉം ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. x1 y. അപ്പോൾ കറസ്പോണ്ടിങ് y1 എന്ന് പറയുന്നത് 2, x1 എന്ന് പറഞ്ഞാൽ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്തിട്ട് y is equal to ആ ഫോമിൽ ഇക്വേഷൻ എഴുതുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ റീഅറേഞ്ച്മെന്റ് നോക്കിയാൽ അറിയാം.
അതായത് ഈ 2 -2 എന്നുള്ളത് RHS പോകുമ്പോൾ 2 പ്ലസ് ആവും. ഇനി 1/4 നമ്മൾ ബ്രാക്കറ്റിനുള്ളിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1/4 ഇൻറ്റു എക്സ് മൈനസ് 1/4 ഇൻറ്റു 4 വരും അല്ലേ. അപ്പോൾ ഈ -1/4 ഇൻറ്റു 4ൽ 4ഉം 4ഉം ക്യാൻസൽ ചെയ്താൽ -1 ആണ് വരും. ആ -1 ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ബാക്കി 1/4 ഇൻറ്റു എക്സ് ഈ സ്റ്റെപ്പിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇനി 2 - 1 എന്താ 1 ആണ്. സോ വി ഗെറ്റ് y is equal to 1/4x plus 1. ഇങ്ങനെ സിംപ്ലിഫൈഡ് ഫോമിൽ y is equal to in terms of x ആ എക്സ്പ്രഷൻ ടാൻജന്റ് ലൈൻ്റെ ഇക്വേഷൻ എക്സ്പ്രസ് ചെയ്യും. നെക്സ്റ്റ് ഒന്ന് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, അതായത് ഈ ഡെറിവേറ്റീവ് ആസ് എ ഫംഗ്ഷനിൽ ഒരു തിയറം ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. എ ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് അറ്റ് എവറി പോയിന്റ് വേർ ഇറ്റ് ഹാസ് എ ഡെറിവേറ്റീവ്. ഇത് മനസ്സിലാക്കി വെക്കുക. ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ ആ പോയിന്റിൽ കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ x0 എന്ന് പറയുന്ന പോയിന്റ് അല്ലെങ്കിൽ c എന്ന് പറയുന്ന പോയിന്റിൽ നമ്മുടെ ഫംഗ്ഷൻ f of x ന് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ ആ പോയിന്റിൽ കണ്ടിന്യൂസ് ആയിരിക്കും. ക്ലിയർ അല്ല, കോൺസെപ്റ്റ് മനസ്സിലായില്ല. അപ്പോൾ കണ്ടിന്യൂറ്റിയും ഡിഫറൻസിയേഷൻ ആ ഒരു റിലേഷൻ മനസ്സിലാക്കുക. അതായത് ഇഫ് f has a derivative at x equal to c then f is continuous at x equal to c. അതാണ് മീനിങ്. ഓക്കെ, x equal to c എന്ന് പറയുന്ന പോയിന്റിൽ നമ്മുടെ ഫംഗ്ഷന് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു വാല്യൂ ഉണ്ട് എങ്കിൽ then the function is said to be continuous at the point c. ഓക്കെ, അതാണ് തിയറം. അത് ഓർത്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. കാൽക്കുലേറ്റ്, ഇനി ഇതിന് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നോക്കാം. കാൽക്കുലേറ്റ് ദ ഡെറിവേറ്റീവ്സ് ഓഫ് ദ ഫംഗ്ഷൻസ് ഓൾസോ അറ്റ് സ്പെസിഫൈഡ് വാല്യൂസ്. അതായത് ഫംഗ്ഷൻസ് ജനറലി നമ്മൾ ഡെറിവേറ്റീവ്സ് ആദ്യം കണ്ടുപിടിക്കണം, എന്നിട്ട് സ്പെസിഫൈഡ് വാല്യൂസ് തന്നിട്ടുണ്ടാവും. ആ സ്പെസിഫൈഡ് വാല്യൂസിലും ഈ പറഞ്ഞ ഡെറിവേറ്റീവ്സ് നമ്മൾ എടുത്ത് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം അതിൽ സബ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് തന്നിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ, f of x is equal to 4 minus x square, ഓൾസോ f dash of -3, f dash of 0, f dash of 1. ഇതെല്ലാം കണ്ടുപിടിക്കണം. മനസ്സിലായല്ലോ. അപ്പോൾ ആദ്യം തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ f of x equal to 4 minus x square അതെടുക്കാം. ഓക്കെ, ഇനി നമ്മൾ സാധാരണ ഡെറിവേറ്റീവ് കാണാൻ എന്താ ചെയ്യാറ്? ലിമിറ്റ് h tends to 0 f of x plus h minus f of x divided by h അല്ലേ. അപ്പം ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ഇതേപോലെ ഫോർമുല എഴുതിയിട്ട് അങ്ങനെ താഴെ എഴുതി ലാസ്റ്റ് ആ ലിമിറ്റ് അപ്ലൈ ചെയ്ത് വാല്യൂ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇൻസൈഡ് ഉള്ള ഫംഗ്ഷൻ ആദ്യം കണ്ടുപിടിച്ചിട്ട് ലാസ്റ്റ് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്താലും മതി. എങ്ങനെയായാലും നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ചെയ്യാം, ഏത് ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ജസ്റ്റ് ആദ്യമേ തന്നെ ഇൻസൈഡ് ഉള്ള ഫംഗ്ഷൻ എടുത്തു, f of x plus h minus f of x divided by h. അപ്പോൾ അത് ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്ത് ചെയ്താൽ മതി, നമ്മുടെ ഫംഗ്ഷനിൽ ആദ്യം എക്സിന് x plus h കൊടുക്കും. ഓക്കെ, അപ്പോൾ 4 മൈനസ് എക്സ് സ്ക്വയറിന് പകരം x plus h ഹോൾ സ്ക്വയർ കൊടുക്കുക. ദെൻ മൈനസ് f of x എങ്ങനെയാണോ അത് തന്നെ കൊടുക്കുക, 4 മൈനസ് എക്സ് സ്ക്വയർ ബൈ h. ഓക്കെ, ഈ എക്സ് സ്ക്വയർ എഴുതാൻ മറന്നു പോകരുത്. സോ ഫസ്റ്റ് ടേമിനെ ഇലാബറേറ്റ് ചെയ്യുക, 4 മൈനസ് ഓഫ് എക്സ് പ്ലസ് h ഹോൾ സ്ക്വയർ. ഓക്കെ, അതായത് 4 മൈനസ് എക്സ് പ്ലസ് h ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 2xh പ്ലസ് h സ്ക്വയർ അല്ലേ. എന്നിട്ട് ഈ മൈനസ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെയാണ് 4 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 2xh മൈനസ് h സ്ക്വയർ കിട്ടുന്നത്. ക്ലിയർ ആയല്ലോ. ദെൻ മൈനസ് ഓഫ് 4 മൈനസ് എക്സ് സ്ക്വയർ ഉണ്ട്, ആ മൈനസ് അതായത് സെക്കൻഡ് ടേം ഉണ്ടല്ലോ അതിൽ ഈ മൈനസ് ബ്രാക്കറ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ -4 കിട്ടും, ദെൻ പ്ലസ് എക്സ് സ്ക്വയർ കിട്ടും. അതാണ് ഈ ലാസ്റ്റ് ടു ടേംസ്. ക്ലിയർ ആയല്ലോ. അതെങ്ങനെയാണ് എക്സ്പാൻഷൻ വന്നതെന്ന് മനസ്സിലായല്ലോ. ഫസ്റ്റ് ടേം എക്സ് പ്ലസ് h ഹോൾ സ്ക്വയർ ഇലാബറേറ്റ് ചെയ്യുക, ദെൻ 4 മൈനസ്, അപ്പോൾ മൈനസ് കൊണ്ട് എല്ലാം ടേംസും മൾട്ടിപ്ലൈ ചെയ്താൽ ഫസ്റ്റ് ഇതേപോലെ 3 ടേംസ് കിട്ടും. അതായത് 4 കഴിഞ്ഞിട്ട് 3 ടേംസ് കിട്ടും. ലാസ്റ്റ് മൈനസ് ഓഫ് 4 മൈനസ് എക്സ് സ്ക്വയർ ആണ്, അത് മൈനസ് ഉള്ളിലേക്ക് എടുത്താൽ -4 പ്ലസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ h. ഈ ടേംസ് എന്തെങ്കിലും ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ക്യാൻസൽ ചെയ്യാം. മൈനസ് എക്സ് സ്ക്വയറും എക്സ് സ്ക്വയറും ക്യാൻസൽ ആവും, 4 മൈനസ് 4 ക്യാൻസൽ ആയി, -2xh മൈനസ് h സ്ക്വയർ ബൈ h കിട്ടും. ഇതിൽ അഗെയിൻ ഒരു h കോമൺ ആണ്, അപ്പോൾ അത് ഔട്ട്സൈഡ് എടുത്തിട്ട് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ -2x മൈനസ് h കിട്ടും. ഇനി നമുക്ക് f ഡാഷ് ഓഫ് x, അപ്പോൾ ഇതുവരെ കണ്ടത് ശരിക്കും പറഞ്ഞാൽ f ഡാഷ് ഓഫ് x കംപ്ലീറ്റ് ആവുന്നത് എപ്പോഴാണ്, ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇതിങ്ങനെ f ഡാഷ് ഓഫ് x എന്ന് എഴുതി വെക്കരുത്, കാരണം ഈ ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ട് ഈ ഫംഗ്ഷൻ എഴുതുന്നതിനെയാണ് നമ്മൾ f ഡാഷ് ഓഫ് x എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ, ആ ഡിഫറൻസ് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് ഒന്നെങ്കിൽ ആദ്യമേ ആ ഫോർമുലയിൽ ലിമിറ്റ് h ടെൻസ് ടു 0 പറഞ്ഞിട്ട് ഇത് ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ എഴുതാം, ഓരോ സ്റ്റെപ്പിലും ലിമിറ്റ് h ടെൻസ് ടു 0 അങ്ങനെ കൊടുക്കാൻ മറക്കരുത്. എന്നിട്ട് ലാസ്റ്റ് നമുക്കിതിൽ ഇപ്പോൾ ഈ ആൻസർ കിട്ടിയാൽ ലിമിറ്റ് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യും. അല്ലെങ്കിൽ ഇത് ആദ്യം കണ്ടുപിടിച്ചിട്ട് ദെൻ യു ക്യാൻ
ജസ്റ്റ് അപ്ലൈ ദ സ്റ്റെപ്പ്, അതായത് ആ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇങ്ങനെയായാലും കുഴപ്പമില്ല. ഇപ്പോൾ ലിമിറ്റ് h ടെൻസ് ടു 0 മൈനസ് 2x മൈനസ് hൽ hന് 0 കൊടുക്കാം, അപ്പോൾ മൈനസ് 2x കിട്ടും. ഇനി നമ്മൾ സ്പെസിഫൈഡ് പോയിന്റ്സിൽ പറഞ്ഞിട്ടുള്ള ഡെറിവേറ്റീവ്സ് കാണാം. ഓക്കെ, അതായത് എഫ് ഡാഷ് ഓഫ് മൈനസ് 3 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൈനസ് 2 ഇൻറ്റു എക്സിൽ മൈനസ് 2 ഇൻറ്റു മൈനസ് 3 6 കിട്ടും. അതുപോലെ മൈനസ് 2 എക്സിൽ മൈനസ് 2 ഇൻറ്റു 0, അതാണ് എഫ് ഡാഷ് ഓഫ് 0. എക്സിന് 0 കൊടുക്കുക 0. എഫ് ഡാഷ് ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന് 1 കൊടുക്കുക, അപ്പോൾ മൈനസ് 2. ക്ലിയർ ആയല്ലോ? ഇതാണ് സ്പെസിഫൈഡ് വാല്യൂസിലുള്ള ഡെറിവേറ്റീവ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, r of s is equal to root of 2s plus 1, r dash of 0, r dash of 1, r dash of half. ഈ മൂന്ന് സ്പെസിഫൈഡ് ഡെറിവേറ്റീവ്സും കാണും. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡെറിവേറ്റീവ് കാണാം. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ ഞാൻ ഇതുപോലെ ഡയറക്റ്റ് ആയിട്ട് ലിമിറ്റ് h ടെൻസ് ടു 0, അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് r dash of s എന്ന് എഴുതാൻ പറ്റും. മനസ്സിലായോ? കാരണം നമ്മൾ ഈ സ്റ്റെപ്പിൽ ഓൾറെഡി ആ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നിട്ടാണ് ഈ ഫംഗ്ഷന് കൊടുക്കുന്നത്. സോ r dash of s അങ്ങനെ എല്ലാ സ്റ്റെപ്സിലും എഴുതിയിട്ടുണ്ട്. ലിമിറ്റ് h ടെൻസ് ടു 0, ഇതേപോലെ f of x plus h മൈനസ് f of x by h അല്ലേ, അതിൽ x plus h, xന് x plus h കൊടുക്കുക. അപ്പോൾ ഇവിടെ s-ന് എന്ത് കൊടുക്കണം? s plus h. ഓക്കെ, ആൻഡ് സെക്കൻഡ് ടേം എന്ന് പറയുന്നത് അതുപോലെ തന്നെ എഴുതാം. ക്ലിയർ ആയാലോ? അപ്പോൾ റൂട്ട് ഓഫ് 2 ഇൻറ്റു s-ന് പകരം s plus h പ്ലസ് 1 മൈനസ് റൂട്ട് ഓഫ് 2s plus 1 ഡിവൈഡഡ് ബൈ h. ഓക്കെ, അപ്പോൾ ഇത് ബ്രാക്കറ്റിൽ ജസ്റ്റ് 2 മൾട്ടിപ്ലൈ ചെയ്യുക, 2s plus 2h plus 1 മൈനസ് റൂട്ട് ഓഫ് 2s plus 1 ഡിവൈഡ് ബൈ h. ലിമിറ്റ് h ടെൻസ് ടു 0. അപ്പോൾ അഗെയിൻ ഇവിടെ ഒരു റാഷണലൈസേഷൻ നമുക്ക് ചെയ്യേണ്ടി വരും, എന്നിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിൻ്റെ ഓപ്പോസിറ്റ് പേർ, അതായത് മൈനസ് എന്നുള്ളത് പ്ലസ് ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് a സ്ക്വയർ മൈനസ് b സ്ക്വയർ ചെയ്യുമ്പോൾ ആ സ്ക്വയർ റൂട്ട് ക്യാൻസൽ ആയി പോകും. ഓക്കെ, സിംപ്ലിഫൈഡ് ഫോമിൽ കിട്ടിയിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ റൂട്ട് ഓഫ് 2s പ്ലസ് 2h പ്ലസ് 1 മൈനസ് റൂട്ട് ഓഫ് 2s പ്ലസ് 1 ബൈ h ഇൻറ്റു അതിൻ്റെ ഈ പ്ലസ് ടേം ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് ന്യൂമറേറ്റർ സിംപ്ലിഫൈഡ് ആയിട്ട് കിട്ടും, a സ്ക്വയർ മൈനസ് b സ്ക്വയർ, ഇത് a ഇത് b ആണെങ്കിൽ 2s പ്ലസ് 2h പ്ലസ് 1, അപ്പോൾ a സ്ക്വയർ, കാരണം സ്ക്വയർ റൂട്ട് ക്യാൻസൽ ആയി, മൈനസ് b സ്ക്വയർ 2s പ്ലസ് 1. ഓക്കെ, എന്നിട്ട് എന്തെങ്കിലും ഇതേപോലെ 2s മൈനസും ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2s പ്ലസ് 2h പ്ലസ് 1 മൈനസ് 2s മൈനസ് 1. ഇനി എന്തെങ്കിലും ക്യാൻസൽ ചെയ്യാണ്ടോ? 2sഉം 2sഉം ക്യാൻസൽ ആയി, 1ഉം മൈനസ് 1ഉം ക്യാൻസൽ ആയി. അപ്പോൾ ആകെ കൂടി ന്യൂമറേറ്ററിൽ 2h വരും. ഇനി താഴെ ഒരു h ഉണ്ട്, ആ hഉം hഉം ക്യാൻസൽ ചെയ്താൽ 2 മാത്രം എക്സിസ്റ്റ് ചെയ്യും ന്യൂമറേറ്ററിൽ. ഡിനോമിനേറ്ററിൽ ആ ടേംസ് അങ്ങനെ തന്നെ എഴുതും. ഇനി എന്ത് ചെയ്താൽ മതി? hന് ലിമിറ്റ് കൊടുക്കാം, അപ്പോൾ ഈ ടേം 0 ആവും. ഓക്കെ, സെക്കൻഡ് ടേമിൽ h ഇല്ല, അപ്പോൾ റൂട്ട് 2s പ്ലസ് 1 2 ടൈംസ് വരും. ഇത് നോക്കിയാൽ അറിയാം, റൂട്ട് h ടേം 0 ആയി, അപ്പോൾ റൂട്ട് 2s പ്ലസ് 1 പ്ലസ് റൂട്ട് 2s പ്ലസ് 1 വരും. അപ്പോൾ 2 ടൈംസ് റൂട്ട് 2s പ്ലസ് 1 വന്നു. ക്ലിയർ ആയല്ലോ? അപ്പോൾ ന്യൂമറേറ്ററിലെ 2ഉം ഡിനോമിനേറ്ററിലെ 2ഉം ക്യാൻസൽ ചെയ്താൽ 1 ബൈ റൂട്ട് 2s പ്ലസ് 1. ഇതാണ് നമുക്ക് r ഡാഷ് ഓഫ് s ആയിട്ട് കിട്ടിയത്. ഇനി സ്പെസിഫൈഡ് വാല്യൂസിലെ ഡെറിവേറ്റീവ്സ് കാണാം. 0ൽ പറയുമ്പോൾ s-ന് 0 കൊടുക്കാം. അപ്പോൾ എന്ത് വരും? s-ന് 0 കൊടുക്കുമ്പോൾ 1 ബൈ റൂട്ട് ഓഫ് 0 പ്ലസ് 1, 1 ബൈ റൂട്ട് 1 1 ആണ്. മനസ്സിലായോ? ഇനി r ഡാഷ് ഓഫ് 1 പറയുമ്പോൾ എന്താ വാല്യൂ കിട്ടുക? s-ന് 1 കൊടുക്കുക, ഓക്കെ. r ഡാഷ് ഓഫ് 1 പറയുമ്പോൾ 1 ബൈ റൂട്ട് ഓഫ് 2 പ്ലസ് 1, കാരണം 2 ഇൻറ്റു എസ് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 1 പ്ലസ് 1, അപ്പോൾ 1 ബൈ റൂട്ട് 3 കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വൺ r ഡാഷ് ഓഫ് 1 ബൈ 2, 1 ബൈ റൂട്ട് ഓഫ് 2 ഇൻറ്റു എസ് പറഞ്ഞാൽ 1 ബൈ 2 പ്ലസ് 1, 2ഉം 2ഉം ക്യാൻസൽ ചെയ്താൽ സോ 1 പ്ലസ് 1 റൂട്ട് 2 വരും. ഓക്കെ, റൂട്ട് മറന്നു പോരുത്, 1 ബൈ റൂട്ട് 2. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, അതായത് ഫൈൻഡ് ദ ഡെറിവേറ്റീവ് dz by dw if z equal to. മനസ്സിലായോ? ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് z എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് ഇൻ ടേംസ് ഓഫ് w. വി ഹാവ് ടു ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് z വിത്ത് റെസ്പെക്ട് ടു w. ഓക്കെ, സോ ഗിവൺ z equal to 1 by റൂട്ട് ഓഫ് w സ്ക്വയർ മൈനസ് 1. അതായത് ഇതിന്റെ പവർ എന്താ വരിക? നമ്മൾ ന്യൂമറേറ്ററിൽ എഴുതുമ്പോൾ മൈനസ് വരും. ഈ റൂട്ട് എന്ന് പറയുന്നത് റേസ് ടു ഹാഫ് ആണ്, അപ്പോൾ അത് ന്യൂമറേറ്ററിൽ പോകുമ്പോൾ മൈനസ് ഹാഫ് വരും. അപ്പോൾ w സ്ക്വയർ മൈനസ് 1 റേസ് ടു മൈനസ് ഹാഫ്. ഓക്കെ, അപ്പോൾ ഇതാണ് ശരിക്കുള്ള z. ഇനി നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം, dz by w. അപ്പോൾ ഇതേപോലെ x റേസ് ടു n ന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം, n ഇൻറ്റു x റേസ് ടു n മൈനസ് 1 ആണ്.
ഇവിടെ n എന്ന് പറയുന്നത് -½ ആണ്. സോ -½ ഇൻറ്റു x എന്ന് പറയുന്നത് w² -1 റേസ് ടു n - 1 -½ -1. ഈ -½ -1 -3/2 ആണ്. അപ്പോൾ അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എഴുതിയിട്ടുള്ളത്. ദെൻ ഇവിടെ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം, കാരണം വെറും w അല്ല ഉള്ളത്, w² -1 ആണ്. സോ ഡിഫറൻഷിയേറ്റ് ദ എൻറ്റയർ ടേം. അപ്പോൾ w² 2w കിട്ടും, 1 0 കിട്ടും. അപ്പോൾ ഈ 2w കൊണ്ട് നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്തെഴുതാൻ മറക്കരുത്. മനസ്സിലായല്ലോ? ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുക. അങ്ങനെയാണ് ഇവിടെ ഇൻറ്റു 2w വന്നത്. ഓക്കെ, കാരണം ഇവിടെ വെറും w അല്ല, ജസ്റ്റ് പ്ലെയിൻ w മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ നമുക്കൊന്നും ചെയ്യണ്ട. w അല്ലാതെ വേറെ ഏത് ടേംസ് വന്നാലും വിത്ത് റെസ്പെക്ട് ടു w അതിനെ ഈച്ച് ടേം ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക, ചെയിൻ റൂൾ. അപ്പോൾ -½ w² -1 റേസ് ടു -3/2 ഇൻറ്റു 2w. ഈ 2ഉം 2ഉം ക്യാൻസൽ ആയി. -w ഇൻറ്റു w² -1 റേസ് ടു -3/2. ഈ പവർ നമ്മൾ ഈ ടേമിന് താഴേക്ക് ഡിനോമിനേറ്ററിൽ എഴുതിയാൽ അത് പ്ലസ് പവർ ആവും, അത്രയേ ഉള്ളൂ. അപ്പോൾ -w/w² -1 റേസ് ടു 3/2. ഇതാണ് ഡെറിവേറ്റീവ് ഓഫ് z. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻഷിയേറ്റ് ദ ഫംഗ്ഷൻ ആൻഡ് ഫൈൻഡ് ദ സ്ലോപ്പ് ആൻഡ് ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ലൈൻ. ഓക്കെ, അതായത് നേരത്തെ നമ്മൾ ഇതിന്റെ ടൈപ്പ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എഗെയിൻ കുറച്ച് ഫർദർ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഫംഗ്ഷൻ ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യണം, സ്ലോപ്പ് കണ്ടുപിടിച്ചിട്ട് ടാൻജന്റ് ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം അറ്റ് ദ സ്പെസിഫൈഡ് വാല്യൂ. സ്പെസിഫിക് വാല്യൂ തന്നിട്ടുണ്ടാവും, അവിടെ നമ്മൾ ആ ഇക്വേഷൻ കണ്ടുപിടിക്കും. സോ f(x) is equal to, ഇതിലെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ആണ്, f(x) is equal to x plus 3/1 minus x, where x equal to -2. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ? സ്ലോപ്പ് കണ്ടുപിടിക്കുക, അതായത് f'(x). ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് സ്ലോപ്പ് ആണ് കിട്ടുന്നത്, ആ ടാൻജന്റ് അല്ലേ. അപ്പോൾ സ്ലോപ്പ് is equal to f'(x) is equal to limit h tends to 0. നമ്മൾ f(x) plus h മൈനസ് സെയിം ഫോർമുല തന്നെ ഡിവൈഡഡ് ബൈ h അല്ലേ. ലിമിറ്റ് h tends to 0. എക്സിന് പകരം x പ്ലസ് h ആദ്യം കൊടുക്കുക, ദെൻ എക്സിൻ്റെ അതേപോലെ കൊടുക്കുക. അപ്പോൾ x പ്ലസ് h പ്ലസ് 3/1 മൈനസ് x പ്ലസ് h മൈനസ് ഓഫ് f(x), അതായത് x പ്ലസ് 3/1 മൈനസ് x. ഇത് നമ്മൾ ചെയ്യേണ്ടത് സാധാരണ ഇതേപോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ x പ്ലസ് h പ്ലസ് 3 ഇൻറ്റു 1 മൈനസ് എക്സ് മൈനസ് 1, ഈ മൈനസ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1 മൈനസ് എക്സ് മൈനസ് h കിട്ടും ഇൻറ്റു എക്സ് പ്ലസ് 3. ക്ലിയർ ആയോ? ഡിവൈഡഡ് ബൈ ഈ രണ്ട് ടേംസ്. ഓക്കെ, അത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി 1 മൈനസ് എക്സ് മൈനസ് h ഇൻറ്റു 1 മൈനസ് എക്സ്. ഇനി ചെയ്യേണ്ടത് ഈ ബ്രാക്കറ്റ്സ് എല്ലാം ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതും. അങ്ങനെയാണ് ഈ ടേംസ് എല്ലാം കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ജസ്റ്റ് ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് ഈ സെക്കൻഡ് ടേം മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ടേംസ് ഇല്ലേ, ഇപ്പോൾ ഈ മൈനസ് അതിൻ്റെ ഉള്ളിലേക്ക് അഗെയിൻ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. അപ്പോൾ മൈനസ് ഓഫ് മൈനസ് പ്ലസ്, മൈനസ് ഓഫ് പ്ലസ് മൈനസ്, അങ്ങനെ വരുന്ന ടേംസ്. ക്ലിയർ ആയല്ലോ? അത് അഗെയിൻ വിതൗട്ട് എനി മിസ്റ്റേക്ക് നിങ്ങൾ ക്ലിയർ ആയിട്ട് ചെയ്യുക, കാരണം ഓട്ടോമാറ്റിക്കലി നമുക്ക് കുറേ ടേംസ് കൂടുതൽ വരുമ്പോൾ നമുക്ക് ഇതേപോലെ കാലസ് മിസ്റ്റേക്സ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്ലസ് ഓർ മൈനസ് മൾട്ടിപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഇത്രയും ടേംസ് വരും, എക്സ് പ്ലസ് എച്ച് പ്ലസ് 3. ഫസ്റ്റ് വൺ ഈ 1 കൊണ്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ ഈ 3 ടേംസ് കിട്ടും. ദെൻ മൈനസ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അഗെയിൻ യു വിൽ ഗെറ്റ് ദ അതർ 3 ടേംസ്. നെക്സ്റ്റ് വൺ, അപ്പോൾ ആദ്യം നിങ്ങൾ മൈനസ് മാറ്റി വെച്ചിട്ട് ഇതേപോലെ എക്സ് ഇൻറ്റു ഈ ടേം ചെയ്യുക, ദെൻ പ്ലസ് 3 ഇൻറ്റു ആ ടേം ചെയ്യുക, എന്നിട്ട് മൈനസ് കൊണ്ട്. അപ്പോൾ ഫസ്റ്റ് ഒരു സിംഗിൾ സ്റ്റെപ്പിൽ തന്നെ ചെയ്യണം എന്നില്ല, കൺഫ്യൂസ്ഡ് ആവണ്ട. അപ്പോൾ ബെറ്റർ നിങ്ങൾ ഈ മൈനസ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, എന്നിട്ട് ബ്രാക്കറ്റിൽ ഈ 2 ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യില്ലേ, മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്ന ടേംസ് എഴുതിയിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിൽ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇത് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതേപോലെ ക്യാൻസൽ ചെയ്യാനുള്ള ടേംസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാം. എക്സ് എച്ച് ക്യാൻസൽ ആവും, എക്സ് ഇതുപോലെ പോവും, ദെൻ എക്സ് സ്ക്വയർ ക്യാൻസൽ ആവും, ബാക്കി വരുന്നത് പ്ലസ് 3യും മൈനസ് 3യും ക്യാൻസൽ ആവും. ഓക്കെ, ദെൻ എച്ച് ഉണ്ട് മൈനസ് 3x. ഓക്കെ, മൈനസ് 3xും പ്ലസ് 3xും ക്യാൻസൽ ആവും. ഉണ്ട്, അപ്പോൾ 3h പ്ലസ് h, അതായത് 4h ആണ് ന്യൂമറേറ്ററിൽ വരിക. അത്രയും സിംപ്ലിഫൈഡ് ആയിട്ട് കിട്ടി അല്ല. ഇനി 4h ബൈ h, അപ്പോൾ ഈ ഹെച്ചും ക്യാൻസൽ ചെയ്ത് 4 മാത്രം ന്യൂമറേറ്ററിൽ ഉണ്ടാവും, ബാക്കി ടേംസ് അങ്ങനെ എഴുതുക. എന്നിട്ട് നമ്മൾ ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യും, ഇതും ക്യാൻസൽ ആവും, അപ്പോൾ 4 ബൈ ഈ ടേം കിട്ടും, ഹെച്ചിന് 0 കൊടുക്കുക. സോ 1 മൈനസ് എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ്, അതായത് 1 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ കിട്ടും. ക്ലിയർ ആയല്ലോ?
അപ്പോൾ നമ്മൾ സ്ലോപ്പിന്റെ ജനറൽ ഇക്വേഷൻ കണ്ടു. ഇനി അറ്റ് ദ പോയിന്റ് x equal to -2 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എക്സിന് നമ്മൾ -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ 4 ഡിവൈഡഡ് ബൈ 1 മൈനസ് -2 ഹോൾ സ്ക്വയർ. ക്ലിയർ ആയല്ലോ? അതായത് 4 ബൈ 1 പ്ലസ് 2 ഹോൾ സ്ക്വയർ. അപ്പോൾ 4 ബൈ 3 സ്ക്വയർ, അതായത് 4 ബൈ 9. അതാണ് സ്ലോപ്പ് അറ്റ് ദ പോയിന്റ് x equal to -2. അപ്പോൾ ഇനി ടാൻജന്റ് ലൈൻ ഇക്വേഷൻ കണ്ടുപിടിക്കാലോ. സെയിം y മൈനസ് y1 ബൈ x മൈനസ് x1 ഇസ് ഈക്വൽ ടു m. m നമ്മൾ 4 ബൈ 9 കണ്ടുപിടിച്ചു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി x1 y1 എന്ന് പറയുന്നത് നമുക്ക് പോയിന്റ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ y1 നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇപ്പോൾ x1 മൈനസ് 2 ആണെന്ന് അറിയാം അല്ലേ? അപ്പോൾ y ഇസ് ഈക്വൽ ടു നമുക്ക് ക്വസ്റ്റ്യനിൽ ഇക്വേഷൻ തന്നിട്ടില്ലേ, അതിൽ ഇതേപോലെ നമുക്ക് ഫംഗ്ഷൻ എന്താണ് തന്നിരിക്കണേ, ആ ഫംഗ്ഷനിൽ ഇതേപോലെ നമ്മൾ എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് y കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് 1/3 എന്നുള്ള വാല്യൂ കിട്ടുന്നത്. അപ്പോൾ y മൈനസ് y1 അതായത് y മൈനസ് 1/3 ബൈ എക്സ് മൈനസ് x1. ശ്രദ്ധിക്കേണ്ടത് ഇവിടെ x പ്ലസ് 2 ആണ് എഴുതിയിരിക്കുന്നത്. കാരണം എന്താ, x1 എന്ന് പറയുന്നത് -2 ആണ്. അപ്പോൾ x മൈനസ് x1 ചെയ്യുമ്പോൾ മൈനസ് ഓഫ് -2 പ്ലസ് 2 ആവും, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ x മൈനസ് -2 വരും. അതാണ് x പ്ലസ് 2 ഇസ് ഈക്വൽ ടു m 4/9. അതിൽ നിന്ന് y മാത്രം സെപ്പറേറ്റ് ചെയ്ത് എഴുതാം ഇക്വേഷൻ ഫോമിൽ. അപ്പോൾ ഈ x പ്ലസ് 2നെ ആദ്യം എന്ത് ചെയ്താൽ മതി, 4/9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? 4/9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 4/9 ഇൻറ്റു x പ്ലസ് 2 കിട്ടും. എന്നിട്ട് ഈ -1/3 RHSൽ കൊണ്ടുപോയാൽ +1/3 കിട്ടും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്താൽ മതി. സിംഗിൾ സ്റ്റെപ്പിൽ ചെയ്യാം, അല്ലെങ്കിൽ 2 സ്റ്റെപ്സ് ആയിട്ട് എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം ആ ഡിനോമിനേറ്ററിനെ RHSൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. ഓക്കെ, അപ്പോൾ 4/9 ഇൻറ്റു x പ്ലസ് 2 കിട്ടും. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിൽ -1/3 RHSൽ കൊണ്ട് അപ്പോൾ +1/3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് y is equal to f of x which is equal to 8 by root x minus 2 where x and y എന്ന് പറയുന്നത് 6 and 4 ആണ്. അപ്പോൾ f of x തന്നിരിക്കുന്നത് എഴുതാം. f of x plus h എന്തായിരിക്കും? അപ്പോൾ xന് x plus h ആയിട്ട് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ 8 by root of x plus h minus 2. ഇനി f dash of x കാണാൻ ലിമിറ്റ് h tends to 0 f of x plus h, അതായത് ഫസ്റ്റ് ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടോ മൈനസ് എഫ് ഓഫ് എക്സ് തന്നിരിക്കുന്നത് തന്നെ ഡിവൈഡഡ് ബൈ h. അഗെയിൻ ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 8 എന്നുള്ള ടേം വേണമെങ്കിൽ ആദ്യമേ തന്നെ നിങ്ങൾക്ക് ഔട്ട്സൈഡ് എഴുതാം. ഓക്കെ, 8 എന്നുള്ള ടേം വേണമെങ്കിൽ ഔട്ട്സൈഡ് ആദ്യമേ തന്നെ എഴുതി കഴിഞ്ഞാൽ ലാസ്റ്റ് നിങ്ങൾ എടുത്തെഴുതുമ്പോൾ എപ്പോഴും ആ 8 മറന്നു പോകരുത്, അല്ലെങ്കിൽ ഓരോ ടേംസിൻ്റെ കൂടെ എഴുതാം. ഇപ്പോൾ 8 ഇൻറ്റു ഇതുപോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ റൂട്ട് എക്സ് മൈനസ് 2 മൈനസ് 8 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് പ്ലസ് h മൈനസ് 2. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ഫസ്റ്റ് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് കാണിച്ചിരിക്കുന്നത്. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ഏതൊക്കെ ടേംസ് വരും? റൂട്ട് ഓഫ് എക്സ് പ്ലസ് h മൈനസ് 2 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് മൈനസ് 2. ഓക്കെ, അതാണ് വരിക. എന്നിട്ട് ഡിവൈഡ് ബൈ h വരും. അപ്പോൾ നമുക്ക് ആക്ച്വലി a ബൈ ബി ബൈ സി എന്ന് പറയുന്നത് a ബൈ ബി ഇൻറ്റു സി ആണ് അല്ലേ? അതുപോലെ ഈ h എന്ന് പറയുന്നത് ഈ ഡിനോമിനേറ്റർ പ്രോഡക്റ്റിനൊപ്പം വരും. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, h ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് പ്ലസ് h മൈനസ് 2 ഇൻറ്റു റൂട്ട് എക്സ് മൈനസ് 2. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് നമ്മൾ റാഷണലൈസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ 8 ജസ്റ്റ് രണ്ട് ടേംസിനും കോമൺ ആയിട്ടുള്ളത് കൊണ്ട് ഔട്ട്സൈഡ് എഴുതി, ഓരോ ടേംസിനൊപ്പം എഴുതണ്ട പറഞ്ഞിട്ട് 8 ജസ്റ്റ് കോമൺ ആയിട്ട് എടുത്തു. ഓക്കെ, 8 വരില്ല, കാരണം നമ്മൾ ആക്ച്വലി അവിടെ പ്രോഡക്റ്റ് ആയിട്ടല്ല 8 എടുക്കുന്നത് അല്ലേ? സം ഓർ ഡിഫറൻസ് ടേം എന്നാണ്. സം ഓർ ഡിഫറൻസ് ടേം എന്ന് കോമൺ ടേംസ് എടുത്താൽ ഒറ്റ സിംഗിൾ ആയിട്ട് എടുക്കാൻ പാടുള്ളൂ. പ്രോഡക്റ്റ് എന്നാണ് എടുക്കുന്നതെങ്കിൽ 2 ടൈംസ് 8 വന്നിട്ടുണ്ടെങ്കിൽ 8 ഇൻറ്റു 8 തന്നെ എടുക്കാം. ഓക്കെ, അപ്പോൾ 8 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് മൈനസ് 2 മൈനസ് റൂട്ട് എക്സ് പ്ലസ് h മൈനസ് 2. ഇതെന്ത് ചെയ്യണം? ഇതിൻ്റെ പ്ലസ് ടേമിനെ നമ്മൾ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, റാഷണലൈസ് ചെയ്യാം. അപ്പോൾ അഗെയിൻ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി. അപ്പോൾ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ദാറ്റ് ഇസ് റൂട്ട് എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ മൈനസ് റൂട്ട് എക്സ് പ്ലസ് h മൈനസ് 2 ഹോൾ സ്ക്വയർ. അപ്പോൾ റൂട്ട് ക്യാൻസൽ ആയി പോകും. അപ്പോൾ എക്സ് മൈനസ് 2 മൈനസ് എക്സ് പ്ലസ് h മൈനസ് 2 മൈനസ് ഉള്ളിലേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് എക്സ് മൈനസ് 2 മൈനസ് എക്സ് മൈനസ് h പ്ലസ് 2 മൈനസ് എക്സ് മൈനസ് h മൈനസ് ഓഫ് മൈനസ് 2 എന്താ പ്ലസ് 2.
ഓക്കെ. ഇനി ഇവിടെ ക്യാൻസൽ ചെയ്ത ടേംസ് എക്സും എക്സും ക്യാൻസലായി, 2ഉം 2ഉം ക്യാൻസലായി. അപ്പോൾ ഇവിടെ മൈനസ് h, പിന്നെ ഇവിടെ ഒരു 8 ഉണ്ട്. അപ്പോൾ -8h ഡിവൈഡഡ് ബൈ, അഗെയിൻ ആ ഹെച്ചും താഴത്തെ ഹെച്ചും ക്യാൻസൽ ആയി പോകും. ബാക്കി ടേംസ് നിങ്ങളൊന്നും ചെയ്യേണ്ട, അങ്ങനെ തന്നെ എഴുതുക. ഓക്കെ, കാരണം എന്താന്ന് പറഞ്ഞാൽ ഇവിടെ a ഇൻറ്റു ബിയും ഇവിടെ a പ്ലസ് ബി ആണ്. അപ്പോൾ വെറുതെ ഇലാബറേറ്റ് ചെയ്തിട്ട് കാര്യമില്ല, നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാനുള്ളതാണ്. സോ ലെറ്റ് ഇറ്റ് ബി ലൈക്ക് ദാറ്റ്. h ടെൻസ് ടു 0 കൊടുത്താൽ സിംപ്ലിഫൈഡ് കിട്ടും. hന് 0 കൊടുക്കുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത് രണ്ടും പ്രോഡക്റ്റ് ആണ് കേട്ടോ. റൂട്ട് ഓഫ് എക്സ് മൈനസ് 2, h 0, അപ്പോൾ റൂട്ട് ഓഫ് എക്സ് മൈനസ് 2 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് മൈനസ് 2 വരും. അപ്പോൾ റൂട്ട് എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ വരും. മനസ്സിലായോ? റൂട്ട് എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 2 ആണ്. ഓക്കെ, അതാണ് നമുക്ക് ഈ ഒരു ടേം സിംപ്ലിഫൈഡ് ആയിട്ട് കിട്ടുന്നത്. ഇനി ലാസ്റ്റ് വണ്ണിൽ ഇതേപോലെ ശ്രദ്ധിച്ചാൽ ഇവിടെ പ്ലസ് ആണ്, ഇൻറ്റു അല്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, തെറ്റിപ്പോരുത്. ഈ ഒരു ടേമിൽ ഇൻറ്റു ആണ്, ഇവിടെ പ്ലസ് ആണ്. അപ്പോൾ റൂട്ട് എക്സ് മൈനസ് 2 പ്ലസ് റൂട്ട് എക്സ് മൈനസ് 2 വരും. അതായത് ട്വൈസ് റൂട്ട് എക്സ് മൈനസ് 2 വരും. മനസ്സിലായോ? അഡീഷൻ ആണ്. റൂട്ട് എക്സ് മൈനസ് 2 രണ്ട് തവണ ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. സോ 2 ഇൻറ്റു റൂട്ട് എക്സ് മൈനസ് 2. ഇനി നമുക്ക് പവേഴ്സ് ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്യാം. അതായത് ഇവിടെ എക്സ് മൈനസ് 2 കിട്ടും, ഇവിടെ 2 റൂട്ട് എക്സ് മൈനസ് 2 കിട്ടും. ഓക്കെ, ഈ 2ഉം 8ഉം h ഓൾറെഡി നമ്മൾ ക്യാൻസൽ ചെയ്തു. 8ഉം ക്യാൻസൽ ചെയ്താൽ 4 വരും, അതാണ് -4. ദെൻ എക്സ് മൈനസ് 2 ഇൻറ്റു റൂട്ട് എക്സ് മൈനസ് 2 എന്താ? എക്സ് മൈനസ് 2 ഇൻറ്റു റൂട്ട് എന്ന് പറയുന്നത് റേസ് ടു ഹാഫ് ആണ്. അപ്പോൾ ഇവിടെ ബേസ് സെയിം ആണ്, പവേഴ്സ് ആഡ് ചെയ്യും. ഇവിടെ ഇപ്പോൾ 1 അല്ലേ, അപ്പോൾ എക്സ് മൈനസ് 2 റേസ് ടു 1 പ്ലസ് ഹാഫ്. ദിസ് ഇസ് 3/2 പവർ ആണ്. സോ എക്സ് മൈനസ് 2 റേസ് ടു 3/2. മനസ്സിലായല്ലോ? ഇത്രയും സിംപ്ലിഫൈഡ് ഫോമിൽ കിട്ടും. ഇനി നമ്മൾ ഇതേപോലെ ആ സ്ലോപ്പ് അറ്റ് ദ പോയിന്റ് അല്ലെ തന്നിട്ടുണ്ട്. 6,4 ആണ് പോയിന്റ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ എഫ് ഡാഷ് കണ്ടുപിടിച്ചു, അതിൽ എക്സിന് 6 കൊടുക്കുക. ഓക്കെ, 6 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ എന്ത് കിട്ടും? -4 എക്സ് മൈനസ് 2 റേസ് ടു 3/2 അല്ലേ. ഈ എക്സിന് 6 കൊടുക്കുക. -4 6 - 2 റേസ് ടു 3/2. ഓക്കെ, അപ്പോൾ ന്യൂമറേറ്റർ അവിടെ ഇരിക്കട്ടെ. 6 - 2 റേസ് ടു 3/2 പറഞ്ഞാൽ വാല്യൂ എങ്ങനെ കിട്ടുക? 6 - 2 പറയുന്നത് 4 ആണ്. അപ്പോൾ 4 റേസ് ടു 3/2. ഓക്കെ, ഈ 4 റേസ് ടു 3/2 എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 1/2 പവർ മാത്രം ഞാൻ ആദ്യം പറയാം. 3/2 എന്ന് പറയുന്നത് എന്താ? 3 × 1/2 ആണ്. പവർ ആണ് പറയുന്നത്. 1/2 എന്ന് പറയുന്നത് റൂട്ട് ആണ് അല്ലെ, 3 എന്ന് പറയുന്നത് ക്യൂബ് ആണ്. സോ സ്ക്വയർ റൂട്ട് ഓഫ് 4 ഹോൾ ക്യൂബ് അല്ല അതിന്റെ മീനിങ് അല്ലെ. റേസ് ടു 3/2, 4 റേസ് ടു 3/2 പറയുന്നത് റൂട്ട് 4ന്റെ ക്യൂബ് ആണ്. റൂട്ട് 4ന്റെ ക്യൂബ് എന്ന് പറയുന്നത് സ്ക്വയർ വന്നാൽ അതായത് റൂട്ട് 4 സ്ക്വയർ ഇൻറ്റു റൂട്ട് 4 ആണ്. ദാറ്റ് ഇസ് റൂട്ട് 4 സ്ക്വയർ എന്താ? 4 ആണ്. റൂട്ട് 4 എന്നത് 2 ആണ്. അപ്പോൾ 4 × 2 നമുക്ക് എന്ത് കിട്ടും? 8 കിട്ടും. മനസ്സിലായോ? ഇനി ന്യൂമറേറ്ററിൽ ഓൾറെഡി ഒരു -4 ഉണ്ട് അല്ലെ. അപ്പോൾ -4/8 വരും. 8ഉം 4ഉം ക്യാൻസൽ ചെയ്താൽ 2 വരും. അങ്ങനെയാണ് ഇത് -1/2 കിട്ടുന്നത്. മനസ്സിലായല്ലോ? ജസ്റ്റ് റേസ് ടു 3/2 എന്ന് പറയുന്നത് റൂട്ടിന്റെ ക്യൂബ്, അത് ഏത് ടേമോ ആയിക്കോട്ടെ. റേസ് ടു 3/2 ഉദ്ദേശിക്കുന്നത് സ്ക്വയർ റൂട്ടിന്റെ ക്യൂബ് ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് ദാറ്റ് ടേം ഹോൾ ക്യൂബ്. (1/2) വന്നു കഴിഞ്ഞാൽ അത് സ്ക്വയർ റൂട്ട് ആയിട്ട് എടുക്കും. അപ്പൊ അങ്ങനെയാണ് ഇത് -1/2 കിട്ടും. ഇതാണ് സ്ലോപ്പ് അറ്റ് ദ പോയിന്റ് 6,4. ഇനി ഇക്വേഷൻ ഓഫ് ടാൻജന്റ് കണ്ടുപിടിക്കാൻ y - y1 = m × x - x1. m നമ്മളിപ്പോൾ ഓൾറെഡി -1/2 കണ്ടുപിടിച്ചു. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. y1 4 തന്നിട്ടുണ്ട്, x1 6 തന്നിട്ടുണ്ട്, അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ y - 4 എന്ന് പറയുന്നത് 4 RHSലേക്ക് കൊണ്ടുപോവാം. ഓക്കെ, ഈ -4 RHSൽ കൊണ്ടുപോവാം. അത് മാത്രമല്ല -1/2 ഇവിടെ ബ്രാക്കറ്റിൽ ഓപ്പൺ ചെയ്യുക. ആദ്യമേ -1/2 × x
ഇനി മൈനസ് ഓഫ് മൈനസ് എന്താ പ്ലസ്, പ്ലസ് ഹാഫ് ഇൻറ്റു 6 വരും. 6ഉം 2ഉം ക്യാൻസൽ ചെയ്താൽ 3. സോ ഇവിടെ മൈനസ് ഹാഫ് എക്സ് പ്ലസ് 3 വരും. ഓക്കെ, മൈനസ് ഹാഫ് എക്സ് പ്ലസ് 3. എന്നിട്ട് ഈ -4 RHS കൊണ്ടുപോയാൽ +4 വരും. മനസ്സിലായോ? അപ്പോൾ y is equal to 4 മൈനസ് ഹാഫ് എക്സ് പ്ലസ് 3. ഇനി 4 പ്ലസ് 3 എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ മൈനസ് ഹാഫ് എക്സ് പ്ലസ് 7. ഇതാണ് ഫൈനൽ ഇക്വേഷൻ. y is equal to മൈനസ് ഹാഫ് എക്സ് പ്ലസ് 7. താങ്ക് യു.